ജുവനൈൽ എന്ന് പറയുന്നത് ലെസ് ദാൻ 18 ഇയേഴ്സ് ആണ്. ജുവനൈൽ കോർട്ട് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ടാവും. ഇപ്പം തിരുവനന്തപുരത്തും ആലപ്പുഴയിലാണെങ്കിൽ 3 ഇയേഴ്സ് ആണ്. 2000-ലാണ് ഈ മദർ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റിൽ 2000-ലാണ് ഇങ്ങനെ ഒരു ആക്ട് വന്നത്. പക്ഷേ ഡൽഹി നിർഭയ കേസിൻ്റെ ഗ്യാങ് റേപ്പ് കേസിൽ ഒരാൾ ലെസ് ദാൻ 18 ആയതുകൊണ്ട് അവിടെ ഔട്ട്റേജ് ഒക്കെ ഉണ്ടായി. സോ അപ്പോഴാണ് 2015 പെറ്റി കേസാണെങ്കിൽ 3 വർഷവും, സീരിയസ് ആണ് 7 വർഷവും, ഹീനിയസ് ക്രൈം ആണെങ്കിൽ മോർ ദാൻ 7 വർഷമാണ്, മർഡറോ റേപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ. കോൺഫ്ലിക്റ്റ് വിത്ത് ലോ ആൻഡ് പ്രൊട്ടക്ഷൻ, ജുവനൈൽ ജസ്റ്റിസ് ഫസ്റ്റ് ക്ലാസ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് വേണം, 3 വർഷം എക്സ്പീരിയൻസ് വേണം അവർക്ക്. 2 സോഷ്യൽ വർക്കർ വേണം, അവർക്ക് 7 വർഷം തടവ് വേണം. അതിൻ്റെ അകത്ത് ഒരാൾ ഫീമെയിൽ ആയിരിക്കണം. ജുവനൈൽ ജസ്റ്റിസ് ബോർഡുണ്ട്. അതുപോലെ തന്നെ ഒരിക്കലും നമുക്കൊരു ജുവനൈലിന് ഡെത്ത് പെനാൽറ്റി, ലൈഫ് ഇംപ്രസ്മെൻറ്റോ കൊടുക്കാൻ പറ്റില്ല. ചൈൽഡ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് വിത്തിൻ 24 hours ജുവനൈൽ ജസ്റ്റിസ് ബോർഡിലേക്ക് കൊണ്ടുപോകണം. ജുവനൈൽ ജസ്റ്റിസ് ബോർഡാണ് പിന്നെ ഡിസിഷൻ ചെയ്യുന്നത്. അഡ്വൈസ്, പിന്നെ സെൻറ്റ് ഗ്രൂപ്പ് കൗൺസിലിങ്, ഫൈന്, പിന്നെ 3 വർഷം ബോർസ്റ്റൽ ഓർ റീഫോർമേറ്റീവ് സെക്ഷനിലേക്ക്, സ്കൂളിലേക്ക്, ബോർസ്റ്റൽ സെൻറ്ററിലേക്ക് കൊണ്ടുപോകും. 16 to 18 years ഹീനിയസ് ക്രൈം നടത്തിയാൽ അവരെ അഡൽട്ടായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അവരെ സെഷൻ കോർട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് എന്നിട്ട് അവർക്ക് ഈ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ ക്രൈം, ഈ ക്രൈം ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ടോ എന്ന് നോക്കിയിട്ട് പബ്ലിക് സേഫ്റ്റി 21 വയസ്സ് വരെ അവരെ ഒരു പബ്ലിക് സേഫ്റ്റി ആയിട്ട് അവിടെ ആക്കിയിട്ട് അവർ പിന്നെ റീഎവാലുവേഷൻ ചെയ്തിട്ട് അവർ ശരിയായിട്ടുണ്ടെങ്കിൽ ശരിയായിട്ടില്ലെങ്കിൽ അവർ ജയിലിലേക്ക് കൊണ്ടുപോകും. അതുപോലെ തന്നെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഉണ്ട് എല്ലാ ഡിസ്ട്രിക്റ്റിലും, റീഹാബിലിറ്റേഷന് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് പ്രൊട്ടക്ഷൻ. താങ്ക് യു.